ഇന്ത്യൻ നഴ്സിംഗ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ കർണാടക സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് SS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ്. JJM മെഡിക്കൽ കോളേജും ഈ ഒരു കോളേജിൻ്റെ പാർട്ട് തന്നെയാണ്. ഈ ഒരു കോളേജിൻ്റെ ലൊക്കേഷൻ വരുന്നത് കർണാടകയിലെ ദാവങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതുപോലെ ഏകദേശം 20 വർഷത്തിലേറെ ഹിസ്റ്ററി ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. അതുപോലെ കർണാടകയിലെ നഴ്സിംഗ് കോളേജുകൾ എടുക്കുകയാണെങ്കിൽ മലയാളീസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു കോളേജാണ് ഇത്. തൊട്ടടുത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നതുകൊണ്ട് നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ പോസ്റ്റിങ്ങും സെയിം ഹോസ്പിറ്റലായതുകൊണ്ട് ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ വലുതായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോളേജ് ബസ് അവൈലബിൾ ആണ്. അതുപോലെ കോളേജിൻ്റെ തൊട്ട മുന്നിൽ തന്നെയാണ് ഹൈവേ വരുന്നുള്ളത്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ കോഴ്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെഡിക്കലും നഴ്സിംഗിലോട്ട് വരുമ്പോൾ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM അതേപോലെ അലൈഡ് സയൻസ് കോഴ്സുകളും ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലെക്ചർ ഹാൾ വരുന്നത്. ലെക്ചർ ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഫൗണ്ടേഷൻ ലാബും വരുന്നുള്ളത്. ഇതാണ് നമ്മുടെ കോളേജ് ലൈബ്രറി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഡിജിറ്റൽ ലൈബ്രറിയും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ലാബ്. ഇവിടെ നിന്നാണ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കുന്നത്. കമ്മ്യൂണിറ്റി ലാബിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ലാബും വരുന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇൻചാർജ് പ്രിൻസിപ്പൽ ഉണ്ട്, പുള്ളിനോട് തന്നെ ചോദിച്ചു നോക്കാം. Good morning all of you. My name is Praveen Kadur. Here I am the in-charge principal of this SS Nursing College. In our college total 550 students are there. So out of that 550 students, around 300 plus students are from Kerala only. So we have a good labs, good labs, and we have a good library. 150 bedded hospital, attached hospital, that is SS hospital. So usually we used to send students to our hospital only, clinical posting. We have 20 plus teachers, that is PG, all are MSc PG staff only. Along with that we have 3 lecture theatres, and we have one skill lab also. So usually all Malayali students, Kerala students are staying in that hostel only. That hostel is in our campus nearby hospital only. For our students we have health programs. We used to do health programs. Functions also we used to do. That is sports is there in our college. Every year we used to conduct sports and cultural meets, and 2 or 3 more functions also we used to conduct, and cultural programs will be there for our students. നമുക്ക് കോളേജിൻ്റെ തന്നെ ഒരു ഫാക്കൽറ്റിയെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി ഫാക്കൽറ്റി മാത്രമല്ല ചീഫ് വാർഡനും കൂടിയാണ്. അതുപോലെ കർണാടകക്കാരിയാണ്, പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കും, മലയാളം കേട്ടാലും മനസ്സിലാവും. ഓക്കെ, മൈസെൽഫ് രൂപ, ചീഫ് വാർഡൻ ആണ് ഞാൻ ഇവിടുത്തെ SS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസിലെ. നമ്മുടെ ഹോസ്റ്റലിൽ മെയിനായിട്ട് 240 സ്റ്റുഡൻസ് കേരള സ്റ്റുഡൻറ്റ് തന്നെ ഉണ്ട്. സോ ഹോസ്റ്റലുള്ളത് ക്യാമ്പസിനുള്ളിൽ തന്നെ ആയിരിക്കും. സോ അവർക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് 3 ബെഡഡ് റൂംസും 2 ബെഡഡ് റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിനെ വന്ന് പറഞ്ഞാൽ ഫുഡിനെ എല്ലാം ആസ് പെർ കേരള ഫുഡ് തന്നെ കിട്ടും, ലൈക്ക് ബോയിൽഡ് റൈസും. പിന്നെ അവർ കൊടുത്തേക്കുന്ന മെനു ആണ്. മെജോറിറ്റി കേരള സ്റ്റുഡൻസ് ആയതുകൊണ്ട് കേരള മെനു തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഇവിടെ അകത്തുള്ളതുകൊണ്ട് അവർക്ക് എവിടെയും പുറത്ത് പോകാനുള്ള പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. സേഫ് ആയിരിക്കും, കംഫർട്ടബിൾ പ്ലേസ് ആയിരിക്കും അവിടെ ഫീൽ ചെയ്യാനായിട്ട്. ഇവിടെ വന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് അത് എന്തുവന്നോ മനസ്സിലായിക്കോളും. ഓക്കെ, താങ്ക് യു. ഈ ഗ്രൗണ്ടിന് ചുറ്റും കാണുന്നത് തന്നെയാണ് നമ്മുടെ കോളേജ് കോമ്പൗണ്ട് വരുന്നത്. ഇതിനകത്താണ് നമ്മുടെ കോഴ്സുകളെല്ലാം വരുന്നുള്ളത്. ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ വരുന്നുള്ളത്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഗേൾസ് ഹോസ്റ്റലും വരുന്നത്. അത്യാവശ്യം വിശാലമായൊരു കോമ്പൗണ്ടിലാണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമ്പസിൻ്റെ വിശേഷങ്ങൾ വരുന്നുള്ളത്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടും കോൺടാക്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കോളേജ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.